മുഖ്യമന്ത്രി അടിയന്തര നടപടി സ്വീകരിക്കണം. ശൂരനാട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച സമഗ്രമായി അന്വേഷിക്കണം. മഠത്തിൽ രഘുവിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. കൊല്ലം ജില്ലയിലെ മുൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, കോൺഗ്രസിന്റെ നേതാവ്, INUC ചന്ദ്രശേഖരന്റെ അടുത്ത ബന്ധു, 15 വർഷം കൊണ്ട് പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന വിജയലക്ഷ്മിയുടെ രണ്ടാമത്തെ ഭർത്താവ് ആണ് ഈ മഠത്തിൽ. 67 വയസ്സായ ഒരു ദളിത് സ്ത്രീയെ വാഹനത്തിൽ വിളിച്ചു കയറ്റി 500 നോട്ട് കൊടുത്ത് പീഡനത്തിന് ശ്രമിച്ചപ്പോഴേക്കും വിസമ്മതിച്ചതിന് അവരെ കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ച ആ പ്രതിയെ ഇന്ന് ഒരു ഡീഅഡിക്ഷൻ സെന്ററിലോ ഏതോ മെന്റൽ ആശുപത്രിയെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് ഒരു മാനസിക അസുഖവുമില്ല. മാനസിക അസുഖമുള്ള പഞ്ചായത്ത് പ്രസിഡന്റാക്കി വെക്കാൻ പറ്റൂ ആയിരുന്നു. അതിനുശേഷം മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കൂ. ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവ് ഇങ്ങനെയുള്ള അസുഖമുള്ള ആളിനെ എന്നേ ചികിത്സിക്കേണ്ടത്? 15 വർഷം കൊണ്ട് പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന വിജയലക്ഷ്മിയുടെ ഭർത്താവാണല്ലോ ഇപ്പോഴും. അപ്പൊ അത് ചികിത്സിക്കേണ്ടതല്ലേ? ശൂരനാട് പോലീസിന്റെ 6-ാം തീയതി കൊടുത്ത പരാതി കണക്കിലെടുത്തിട്ടില്ല. അവരെ സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്തുന്ന 9-ാം തീയതിയാണ്. അവിടെ പിന്നെ ഒരു എല്ലാവരും കൂടെ ചോദിച്ചു, CPM-ഉം ഈ പ്രതിക്ക് വേണ്ടി ശുപാർശ ചെയ്തതായിട്ടാണ് അറിയുന്നത്. ഇത്രയും നികൃഷ്ടമായ ഈ കേരളത്തിൽ ഇതൊരു ചരിത്രത്തിലുണ്ടാവാത്ത സംഭവം. ഈ പോലീസിന്റെ വീഴ്ച, 6-ാം തീയതി കൊടുത്ത പരാതിക്ക് 9-ാം തീയതി FIR ഇടുകയെന്ന് പറഞ്ഞാൽ ഈ പോലീസ് കാണിച്ച വീഴ്ച പുനഃപരിശോധിക്കുമോ മുഖ്യമന്ത്രി? DGP ഇത് നോക്കുവോ? ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കുവോ? ആ സ്ത്രീയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അവരെ കണ്ണ് നീർക്ക കെട്ടിയിരിക്കുന്നത്. ഇത് നികൃഷ്ടമായ ജീവിയോ കാണ്ടാമൃഗമോ? ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? കോൺഗ്രസിന് നാണക്കേടില്ലേ? INUC നേതാവ് ചന്ദ്രശേഖരന് നാണക്കേടില്ലേ? ചന്ദ്രശേഖരൻ മുൻപന്തിയിൽ നിന്നുകൊണ്ട് മഠത്തിൽ രഘുവിനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കേണ്ടതല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ചെയ്യേണ്ടത് നാട്ടുകാരനുസരിച്ച്. അതേ ഏതെങ്കിലും ഡീഅഡിക്ഷൻ സെന്ററിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ? മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമോ? ഈ പോലീസ് അറസ്റ്റ് ചെയ്യാതെ എന്ത്? പോലീസിനെ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞൂടെ? അറസ്റ്റ് ചെയ്ത് കോടതിയിലാക്കി അയാൾ മെന്റൽ ചികിത്സിക്കാൻ നടപടി ചെയ്യാമല്ലോ. ഇവിടെ എന്തെല്ലാം കള്ളക്കേസുകൾ ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന പോലീസിന് ഇത് ചെയ്യാം. എന്താ ബുദ്ധിമുട്ട്? അടിയന്തരമായി നടപടി സ്വീകരിക്കണം. മുഖ്യമന്ത്രിയും കാണും, DGP-യും കാണും, SP-യും കാണുന്നുണ്ട്. അടിയന്തരമായി നടപടി സ്വീകരിക്കണം. 67 വയസ്സ് ആ സ്ത്രീയുടെ പടം നിങ്ങളൊന്ന് കാണണം. ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ നേതാവ്, ഇങ്ങനെ ഒരു മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്ന നേതാവ് കോൺഗ്രസ് തള്ളിപ്പറയുമോ? കോൺഗ്രസ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? ഇയാൾക്ക് മാനസിക അസുഖമാണെങ്കിൽ എന്നേ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത്? ഇയാളെ പാർട്ടി വെച്ചേക്കേണ്ട കാര്യമുണ്ടോ? വിജയലക്ഷ്മിയുടെ ഭർത്താവ് ആണെന്ന്, രണ്ടാമത്തെ ഭർത്താവാണെങ്കിലും ഭർത്താവ് കുട്ടികൾ ഉള്ളതല്ലേ അതില്? ഭർത്താവായ ഒരു പഞ്ചായത്ത് മെമ്പർ, 15 വർഷമായിരിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഉത്തരവാദിത്വം ഇല്ലേ ഭർത്താവിന് അസുഖം വരുമ്പോഴേക്കും ചികിത്സിക്കണമെന്ന്? അതേ ഇങ്ങനെയുള്ള ഈ അസുഖം കാണിച്ചുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതാണോ? അടിയന്തര നടപടി സ്വീകരിക്കണം. കേരളത്തിൽ ജനം ഉണരണം. ഇവിടെ ദളിത് പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ടല്ലോ. അവരൊരു പൊലേ സമുദായത്തിലെ സ്ത്രീയാ. അവർക്ക് വേണ്ടി പറയാൻ ഏറ്റവും ആദ്യം ഇവിടുത്തെ CPM-ന്റെ പ്രാദേശിക നേതാക്കള് ഈ മഠത്തിൽ രഘുവിന് വേണ്ടി സമീപിച്ചെന്നാ പറയുന്നത്. അതിന്റെ കേസെടുക്കാത്തതെന്ന്. ഏതെങ്കിലും കേസ് തുമ്പുണ്ടാക്കി കേസുണ്ടാക്കാൻ നടക്കുന്ന ഒരുപാട് പിള്ളമാർ അവിടെ ഉണ്ട്. അവർക്ക് ആർക്കും നോക്കുന്നില്ല. ഇനി എന്നെ ഇതിന്റെ പേരിൽ പിടിക്കുമായിരിക്കും. കാരണം ഞാൻ പോലീസ് സംരക്ഷണം, ഹൈക്കോടതി, എനിക്കും എന്റെ കുടുംബത്തിന് 3 പോലീസ് സംരക്ഷണമുണ്ട്. ഇവിടെ പോലീസിലെ അവിടുത്തെ SHO മറ്റും പറയുന്ന അവനെ കൊന്നുകളാ, പ്രശ്നമില്ല, അവനെ തീർത്തുകളാ, ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. 3 ദേവൻ രാമേന്ദ്രൻ തന്ന 2 പ്രൊട്ടക്ഷൻ, അല്ലാതെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ. ഇങ്ങനെ 3 പ്രൊട്ടക്ഷൻ ജീവിക്കുന്ന ഞങ്ങൾക്ക് എത്തി നോക്കാൻ പോലീസില്ല. ഞങ്ങളെ കള്ളക്കേസിൽ കുരുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് ആരുടെയെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അതൊരു ശ്രീമതിയുടെ പ്രമാണം വായിച്ചു കൊടുത്തതാണ് പ്രശ്നം. ഒരു ദളിത് സ്ത്രീയുടെ പ്രമാണം 15 സെന്റിന്റെ ആധാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വായിച്ചു വെച്ചതിന് തിരിച്ച് ഞാൻ 40 മിനിറ്റ് പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ച് തിരിച്ചു വായിച്ചു കൊടുത്ത് തിരിച്ചതിന്റെ ഒറ്റ പ്രതികാരമാണ് എൻ്റെ തീർത്തത്. ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ, ഈ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്തൊക്കെയാണ്. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഇവിടുത്തെ ജനം ആരുമില്ലേ? മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെടണം. മുഖ്യമന്ത്രി നോക്കണം, ആ സ്ത്രീയെ വിളിച്ചു വരുത്തി കാണണം. അവരെ ഫോട്ടോ ഞാൻ ഇതിൽ കൂടെ നോക്കണുണ്ട്, ഇതിൽ കൂടെ ഇടണുണ്ട്. അവരെ ഒന്ന് കണ്ടു നോക്കണം ഇവിടുത്തെ ജനം. ഇതിന് പ്രതികരണ ശേഷി ഇല്ലേ? മാനസിക അസുഖമുള്ള 15 വർഷമുള്ള പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവ്, അവർക്ക് മാനസിക അസുഖം ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ചികിത്സിക്കാൻ ഇവിടുത്തെ ഡോക്ടറില്ലേ, ചികിത്സാ സംവിധാനങ്ങളില്ലേ? ഇവിടുത്തെ കോൺഗ്രസ് ഇത് എന്തെങ്കിലും പ്രതികരിക്കണ്ടേ? ഇയാൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നതാണല്ലോ.
അടിയന്തര നടപടി സ്വീകരിക്കണം, എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കും. ഇതിന്റെ പേരിൽ എന്നെ ഇനിയിപ്പോൾ കൊണ്ട് ജയിലിലിട്ടാലും എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞോളാം. എന്നെയും കുടുംബത്തിനെയും കൊന്നാലും കുഴപ്പമില്ല. കാരണം അവിടുത്തെ SHO പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടൊക്കെയാ പലരെയും ഒന്നുകളെ. പ്രൊട്ടക്ഷൻ എന്ന പ്രശ്നമൊന്നുമില്ല, പ്രൊട്ടക്ഷൻ നിലവിൽ നിൽക്കുക. ആ ഫോട്ടോ ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് പ്രതികരിക്കും.